യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആധ്യാത്മിക വളർച്ച പ്രാപിക്കാൻ ആധ്യാത്മിക വ്യായാമം ആവശ്യമാണെന്ന് നാം ഇതിനകം കണ്ടുകഴിഞ്ഞു. ആധ്യാത്മിക വ്യായാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. അതാണ് പ്രാർത്ഥന. ആധ്യാത്മിക ജീവിതത്തിലെ ജീവവായുവാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ആധ്യാത്മികമായി വളരുന്നതും ദൈവികമായി ജീവിക്കാൻ പരിശ്രമിക്കുന്നതും. പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറ്റുക അല്ല. ലോകമെമ്പാടുമുള്ള പ്രാർത്ഥിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേരും പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പ്രാർത്ഥനയെ മിക്കവാറും എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാൽ നമുക്ക് രണ്ട് തെറ്റുകൾ സംഭവിക്കും. ഒന്നാമതായി, ആവശ്യങ്ങൾ നിറവേറി കഴിയുമ്പോൾ, ആവശ്യങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും. കാരണം പ്രാർത്ഥിക്കാൻ കാരണങ്ങളില്ല, പ്രാർത്ഥിക്കാൻ ആവശ്യങ്ങളില്ല. രണ്ടാമതായിട്ട്, പ്രാർത്ഥന നിറവേറാതെ പോയാലും നിരാശ കൊണ്ട് പ്രാർത്ഥന നിർത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന ചിന്ത വരും. അതുകൊണ്ട് പ്രാർത്ഥനയെ മനസ്സിലാക്കേണ്ടത് ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയല്ല. പിന്നെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവവുമായി ഐക്യത്തിലാവുകയാണ്. ദൈവൈക്യത്തിൽ വളരുവാൻ വേണ്ടിയാണ് നമ്മൾ ആത്യന്തികമായി പ്രാർത്ഥിക്കേണ്ടത്. മറ്റ് എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ ഭാഗമായി ലഭിക്കുന്നവയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. ഈശോ വളരെയധികം പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു. പല രാത്രികളിലും ഈശോ പിതാവുമായി സമയം ചെലവഴിച്ചിരുന്നു. പല സമയത്തും എല്ലാവരെയും മാറ്റി നിർത്തി വിജന പ്രദേശത്തേക്ക് പോയി ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ ഈശോയ്ക്ക് സാധാരണ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, വഴക്കുകൾ ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈശോ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥനയെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയാണെങ്കിൽ ഈശോ പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. എന്നാൽ ഈശോ പ്രാർത്ഥിച്ചു. കാരണം പിതാവുമായുള്ള ഐക്യത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങളിൽ ഈശോയുടെ ജ്ഞാനസ്നാനത്തിന്റെ അവസരത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതും. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യ നിമിഷങ്ങളായിരുന്നു അത്. ആ പരസ്യ ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയോടെയാണ്. ഈശോയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ ഇഹലോക ജീവിതത്തിന് വിരാമമിട്ടത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: എൻ്റെ പിതാവേ, അങ്ങയുടെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈശോയുടെ ജീവിതത്തിന്റെ ആദ്യ നിമിഷവും അവസാന നിമിഷവും പ്രാർത്ഥന കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടതായിരുന്നു. തന്നെയുമല്ല, ആ ജീവിതത്തിനിടയിൽ ഒരുപാട് തവണ ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനത്തിലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാമത്തെ വചനത്തിലും വീണ്ടും വീണ്ടും ഈശോ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം സന്ദർഭങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നിരന്തരം നടക്കുന്ന ഒരു കാര്യമായിരുന്നു. വല്ലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം പ്രാർത്ഥനയെ മനസ്സിലാക്കാൻ. പ്രാർത്ഥനയുടെ ലക്ഷ്യം ആവശ്യങ്ങൾ നിറവേറുക എന്നതല്ല. പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവൈക്യത്തിൽ വളരുക എന്നതാണ്. ഇനി അത് എങ്ങനെയാണ് നടക്കേണ്ടത്? നിരന്തരം നടക്കണം. ഒരിക്കലും ഉപേക്ഷിക്കാതെ നിരന്തരം മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നു: നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അതാണ് നിരന്തരമായ പ്രവൃത്തി, ചിട്ടയോടുകൂടിയ പ്രവൃത്തി. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് വ്യായാമമാകുന്നത്. ഈ നോമ്പ് കാലത്തിൽ പ്രാർത്ഥന എന്ന ആധ്യാത്മിക വ്യായാമത്തിന്റെ ഈ പ്രധാനപ്പെട്ട ഘടകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവൈക്യത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.